ആദ്യം വയനാട്ടിലേക്കാണ്. ഇന്നലെ അവിടെ പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാരുടെ ഞെട്ടൽ, നരഭോജി കടുവയുടെ ആളെ കൊന്നു ഭക്ഷിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയും സംഘവും മാനന്തവാടിയിൽ എത്തിയിട്ടുണ്ട്. മരിച്ച രാധയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്കാരം വീട്ടുവളപ്പിലാണ് ഉണ്ടാവുക. ഇന്ന് മാനന്തവാടി നഗരസഭാ പരിധിയിൽ UDF-ഉം SDPI-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കടുവ ആക്രമണം നടന്ന സ്ഥലത്ത് RRT സംഘം കൂടും സ്ഥാപിച്ചു. ഡ്രോൺ പരിശോധന നടത്തി. തെർമൽ ഡ്രോണും മറ്റും ഏറ്റവും ആധുനിക സംവിധാനങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് ശേഷവും അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് സൂചന. നാട്ടുകാർ അത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. അത് ഇവിടുന്ന് ബോഡി കിടന്ന സ്ഥലത്തോട്ട് പോയത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അവിടുന്ന് ഈ വലിച്ചുകൊണ്ട് പോയ പാട് നോക്കിയിട്ട് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു കടുവ. കിടക്കുന്ന ഒരു ഗർജനം കേട്ടു. നമ്മളത് കാര്യമാക്കില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ ഒരു സൗണ്ടും കൂടെ കേട്ടിട്ട് നമുക്ക് മുമ്പിൽ പോയ ആൾ നമുക്ക് തൊട്ട് മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒരു 10 മീറ്റർ അകലമുള്ളൂ. അവിടെ കിടക്കുമായിരുന്നു. അന്ന് എണീറ്റിട്ട് മെല്ലെ മേലോട്ട് നടന്നു പോയി. മുമ്പിൽ പോയ ആൾ കടുവ എന്ന് പറഞ്ഞിട്ട് വെച്ച് ഓടിയപ്പോൾ ഞാനവിടെ പെട്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓടി ഇവിടെ വന്ന് ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞത് അവിടെ ഉണ്ട്, സാധനം കണ്ടു. അങ്ങനെ അവർ വിളിച്ചെന്ന് തോന്നുന്നു. ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടിട്ട് നടന്നു നടന്നു പോയത്. മെല്ലെ നടന്ന് മാറി. അതിലും കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഓടി കിടന്നു. പിന്നെ അത് പോകുന്നത് നോക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളതിനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 മീറ്റർ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടേൺ ഓടിപ്പോകുന്നു. വലിയ വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെ ഉണ്ട് പോയിട്ടില്ല. എന്തായാലും ഈ കാട്ടിൽ തന്നെ ഉണ്ട് സാധനം. അത്ര അടുത്തുണ്ട്. ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ തന്നെ ആ സാധനം ഉണ്ടായിരുന്നു. അതിപ്പോൾ സംഭവം നടന്നിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിട്ടും അല്ലേ? ഇപ്പം ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. 3 മണിക്ക് ശേഷമായിരുന്നു കണ്ടത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വനംവകുപ്പിന്റെ എല്ലാ ശ്രമങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് പരമാവധി എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. RRT സംഘത്തിന്റെ തിരച്ചിൽ ഈ വനത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തെങ്കിലും സൂചനകളുണ്ടോ ഈ കടുവ എവിടെയാണ് എന്നതിനെക്കുറിച്ച്? രഞ്ജിത്ത്, ഇപ്പോഴും കൃത്യമായ സൂചനകളില്ല എന്നാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വനപാലക സംഘം ആ കാട് പൂർണ്ണമായും അരിച്ചുപെറുക്കിയിരുന്നു. കാട്ടിനുള്ളിൽ ക്യാമറ ട്രാപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മൃതദേഹം കണ്ടതിന് തൊട്ടടുത്തായി ഈ കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടുന്നതിനുള്ള അല്ലെങ്കിൽ കെണിയിലാക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ കടുവ ഒരു ഇരയെ ആക്രമിച്ച് ഒരു സ്ഥലത്ത് കൊന്നിട്ടാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവിടേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രവണത കാണിക്കും. നേരത്തെ മുള്ളൻകൊല്ലിയിലടക്കം പുൽപ്പള്ളിയിലടക്കം ഇക്കാര്യം നമ്മൾ കണ്ടതാണ്. ആടുകളെ, വളർത്തു മൃഗങ്ങളെ ആക്രമിച്ച ശേഷം കൊന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആ സ്ഥലത്തേക്ക് മടങ്ങിയെത്തുന്ന ഒരു പ്രവണത കാട്ടിയിരുന്നു. അതുകൊണ്ട് കടുവയുടെ ഒരു പൊതു സ്വഭാവമാണിത്. ഈ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി എത്തും എന്നൊരു കണക്കൂട്ടിലാണ് അധികൃതർക്കുള്ളത്. ഇന്നലെ തന്നെ ഈ രാവിലെയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെങ്കിൽ വൈകുന്നേരം 3 മണിയോടെ വീണ്ടും ഈ പ്രദേശത്തേക്ക് കടുവ എത്തുകയും അവിടേക്ക് എത്തിയ ആളുകൾ കടുവയുടെ സാന്നിധ്യം കാട്ടിൽ തിരിച്ചറിയുകയും കടുവയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ആ ഭാഗത്തേക്ക് തന്നെ കടുവ എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത്. ക്യാമറ ട്രാപ്പുകളൊക്കെ ഓരോ മണിക്കൂർ ഇടവിട്ടൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. ഈ ക്യാമറ ട്രാപ്പിൽ ഈ കടുവ പതിഞ്ഞിട്ടുണ്ടോ? കടുവ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കടുവയെ തിരിച്ചറിയാൻ കഴിയും. കാരണം ഏത് മേഖലയിൽപ്പെട്ട കടുവയാണ്? കേരളത്തിന്റെ വനമേഖലയിൽ സാധാരണയായി കാണപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വയനാടൻ മേഖലകളിൽ സാധാരണയായി കാണപ്പെട്ടിരുന്ന കടുവയാണോ അതോ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കടുവയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ അപഗ്രഥനം ചെയ്തു വരികയാണ്. എന്തായാലും 2 തരത്തിലാണ് കടുവയെ പിടികൂടാൻ ശ്രമിക്കുന്നത്. ഒന്ന്, കൂടുവെച്ച് ജീവനോടെ പിടികൂടുകയാണെങ്കിൽ പിന്നീട് ഈ കടുവയിലെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അടക്കം മാറ്റി പിന്നീട് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുന്നതിനുള്ള നീക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഈ കടുവയെ മയക്കുവെടി വെച്ചോ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് രണ്ടും പര്യാപ്തമാവില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടും നടക്കില്ലെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ മാർഗം വെടിവെച്ച് കടുവയെ കൊല്ലുക എന്ന മാർഗത്തിലേക്ക് തിരിയും. നരഭോജികളായ മൃഗങ്ങളെ കൊല്ലുന്നതിനും വന്യജീവി നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ ഉപയോഗിച്ചാണ് ഇന്നലെ സംസ്ഥാന സർക്കാർ ഈ നരഭോജിയായ കടുവയെ
വെടിവെച്ച് കൊല്ലാൻ ഉള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് ഗത്യന്തരമില്ലാതെ വന്നാൽ ആ വകുപ്പ് ഉപയോഗിക്കുന്നതിനെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയുണ്ട്. വെറ്റിനറി ഡോക്ടറായ അരുൺ സക്കറി അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ സ്ഥലത്ത് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ കാട്ടിലേക്ക് പുറപ്പെടുകയും കാട്ടിൽ വെച്ച് ഈ കടുവയെ കാണുകയാണെങ്കിൽ വെടിവെക്കാനുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മറുവശത്ത് അല്പസമയത്തിനകം രാധയുടെ ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിരുന്നു. 11 മണിയോടുകൂടി വീട്ടിൽ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപമുള്ള വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ അവിടേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നുണ്ട്. മന്ത്രിയും കളക്ടറും അടക്കമുള്ള ആളുകൾ ഇന്നലെ വീട്ടിലെത്തി നഷ്ടപരിഹാര തുകയായ 11 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നുവെങ്കിലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. മന്ത്രി അടക്കമുള്ളവർ നിരന്തരമായ ചർച്ചകൾ നടത്തിയാണ് ജനക്കൂട്ടത്തെ ആശ്വസിപ്പിച്ചത്, ജനക്കൂട്ടത്തെ സമാധാനത്തിലാക്കിയത്. അതിനുശേഷമാണ് മൃതദേഹം എടുക്കാൻ അവർ സമ്മതിച്ചത്. ഇന്നിപ്പോൾ UDF-ഉം SDPയും ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലാണ് മാനന്തവാടിയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ. എന്തായാലും കാര്യങ്ങളൊക്കെ സമാധാനപരമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്നത് ഈ കടുവയുടെ സാന്നിധ്യം കാട്ടിലുണ്ട് എന്നത് തന്നെയാണ്. വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടുവ എത്തുമോ എന്നതാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ തെരച്ചിലും ഈ കെണിയിൽപ്പെടുത്താനുള്ള ഒരു നീക്കങ്ങളും നടക്കുന്നുമുണ്ട്. രഞ്ജിത്ത്.